guys, welcome to my YouTube channel. So I am Anjana. ഞങ്ങൾ ഇന്നലെ തുടരും മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിരുന്നു. എങ്ങനെയുണ്ട് ആ ഒരു മൂവി എക്സ്പീരിയൻസ് എന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മൂവിയെ പറ്റി ഒരു വൺ ലൈൻ ആയിട്ട് പറയുവാണെങ്കിൽ ശരിക്കും ഒരു ഫാമിലി മൂവി, ഒരു മിസ്റ്ററി, ഒരു ത്രില്ലർ എന്നൊക്കെ പറയാം. ഇനി ഡീപ്പായിട്ട് പറയുവാണെങ്കിൽ ശരിക്കും അടിപൊളി മൂവി ആയിരുന്നു. മോഹൻലാലിന്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ദൃശ്യം 2-ന് ശേഷം അങ്ങനെ ഹിറ്റായ മൂവി വളരെ കുറവാണ്. ഇപ്പം എമ്പുരാൻ ഉണ്ട്, എന്നിരുന്നാൽ പോലും പ്രേക്ഷകരുടെ മനസ്സ് ഓർത്തിരിക്കാൻ പറ്റിയൊരു ക്യാരക്ടർ ദൃശ്യത്തിന് ശേഷം അങ്ങനെ വളരെ കുറവായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മോഹൻലാലിന്റെ ഒരു കംബാക്ക്, ശരിക്കും ഒരു തിരിച്ചുവരവായിരുന്നു. ആ ഒരു വിന്റേജ് ലാലേട്ടന്റെ അങ്ങനത്തെ ഒരു ഇറയിലോട്ട് നമ്മളെ കൊണ്ടുപോയ ഒരു സിനിമയാണ് തുടരും എന്ന് പറയുന്ന സിനിമ. നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ ആദ്യം സിനിമയുടെ ഒരു കുറച്ച് ഭാഗം, ഒരു 20 മിനിറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു കോമഡി ആയിരുന്നു. പെട്ടെന്നാണ് ഒരു സംഭവം നടന്ന് എന്തോ മൊത്തത്തിൽ ആ സിനിമയുടെ മൂഡ് അങ്ങ് മാറി. പിന്നെ ഈച്ച് ആൻഡ് എവറി സീൻ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അതിലെനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് എനിക്ക് കുറച്ച് ഇഴയുന്ന പോലെ തോന്നി. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയത്. പിന്നെ ബാക്കി അങ്ങോട്ട് ഈച്ച് ആൻഡ് എവറി സീൻ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഭയങ്കര നമ്മളിങ്ങനെ നോക്കിയിരിക്കും എന്താ സംഭവിക്കുന്നത്. പിന്നെ അതിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് എലമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെയാണോ ഇതിങ്ങനെയാണോ. അങ്ങനെ മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് തിയേറ്ററിൽ തന്നെ കാണണം. ആ ഒരു സൗണ്ടും എല്ലാം തിയേറ്ററിൽ തന്നെ കണ്ടാലേ മൊത്തം നമുക്ക് അതിന്റെ ആ സിനിമയുടെ പൾസ് നമുക്ക് മനസ്സിലാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ അതുപോലെ തന്നെ ശരിക്കും ഈ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു നോർമൽ സ്റ്റോറിയാ. നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്, നോർമൽ സ്റ്റോറി. പിന്നെ എന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും അഭിനയമാണ്. ഇനി അഭിനയത്തെ പറ്റി പറയുവാണെങ്കിൽ എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്നതിലും മോഹൻലാലിനെ പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞല്ലോ ഒരു കംബാക്ക് തന്നെയാണ്. ശരിക്കും അടിപൊളിയായിട്ടാണ് ഈച്ച് ആൻഡ് എവറി സീൻ അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ പഴയ ഈ പറഞ്ഞ ചിത്രം, കിലുക്കം, താളവട്ടം, അതിലൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള വൈബായിട്ടുള്ള മോഹൻലാലല്ലേ, ആ മോഹൻലാലിനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ശരിക്കും എനിക്ക് തോന്നി, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വിലയുള്ള കോട്ടും സൂട്ടും കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര മാസിൽ നടന്നു വരത്തില്ല, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എമ്പുരാനേ, അതിലും നല്ലത് ശരിക്കും ഈ മുണ്ടും മടക്കി കുത്തി ഷർട്ടൊക്കെ ഇട്ട് പുള്ളി പറയുന്ന പോലെ ചെമ്പഴുക്ക ഒരു പച്ചയായ മനുഷ്യന്റെ റോള് ചെയ്യുന്നതാണ് ശരിക്കും അടിപൊളി. മോഹൻലാലിന് ചേരുന്നത് ശരി അങ്ങനത്തെ റോളാണ് എനിക്ക് പേഴ്സണലി തോന്നി ഇന്നലെ ഈ പടം കണ്ടപ്പോൾ. പിന്നെ ഇതുപോലെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് എൻ്റെ അമ്മ ഇതുപോലെ പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ മുഖത്ത് ഭയങ്കര നിഷ്കളങ്കതയാണ്, പുള്ളി കരയുമ്പോൾ നമുക്കും വിഷമം വരുമെന്ന് പറയും. സോ പുള്ളി ഇങ്ങനെ പച്ചയായ ഒരു മനുഷ്യന്റെ റോള് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എല്ലാവർക്കും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് ഇതുപോലത്തെ റോള് ചെയ്യുമ്പോഴാണ്. കാര്യം എമ്പുരാൻ അങ്ങനെ തങ്ങി നിൽക്കാൻ മാത്രം ഒന്നുമില്ല, ഓർത്ത് വെക്കാൻ. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മൾ ഓർക്കും. നല്ലൊരു ഫാമിലി മൂവിയാണ്, നമ്മൾ പിന്നെയും റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു മൂവിയാണ്. പിന്നെ ശോഭനയുടെ കാര്യം പറയുകയാണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചു. ഞാനിങ്ങനെ കുറെ ഇത് കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. കുറച്ച് പ്രായം കൂടുതലാണ്, മുഖത്ത് പ്രായം അറിയിക്കും, അങ്ങനെയൊക്കെ ഞാനിത് കണ്ടിരുന്നു. ജ്യോതികയായിരുന്നു കാസ്റ്റ് ചെയ്യാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് ജ്യോതികയായിരുന്നു നല്ലത്, ചില ആൾക്കാരൊന്നും ശോഭനയാണ് നല്ലത്. ശരിക്കും ഒരു ഐക്കോണിക് പേരാ. നിങ്ങൾ ഈ പറയുന്ന ശോഭനയുടെ വിടമാട്ടെ അതൊന്നും പ്രതീക്ഷിച്ചു പോയാൽ അത്രയ്ക്കൊന്നും വരത്തില്ല. അത് പുള്ളിക്കാരിയുടെ ഭയങ്കര യങ് ഏജിൽ പുള്ളിക്കാരി കാഴ്ചവെച്ച മാസ്മരിക ഒരു പ്രകടനമാണ്. അതൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട. ഇത് ജസ്റ്റ് നോർമൽ ഒരു ഫാമിലി ലൈഫിന് വേണ്ട എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പിന്നെ മനുഷ്യനല്ലേ, പ്രായമാകുമ്പോൾ ചുക്കും ചുളുവൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. എന്തായാലും ശോഭനയെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഓരോ ക്യാരക്ടേഴ്സും നന്നായിട്ട്, എല്ലാവരും മക്കളാണേലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൽ അഭിനയിച്ച നെഗറ്റീവ് റോൾസ് എന്ന് പറയുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന അതിൽ മെയിൻ വില്ലൻ ആണേലും സബ് വില്ലൻ ആണേലും. ഞാൻ ആദ്യം സബ് വില്ലനെ പറ്റി പറയാം. പുള്ളി ചടിക്ക് ശരിക്കും. നമ്മൾ ഇതിനു മുമ്പ് പുള്ളി ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. പുള്ളി അന്ന് കോമഡിയും പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള റോളാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് നെഗറ്റീവ് റോൾ ചെയ്യുന്നത്. ആ ചെയ്ത നെഗറ്റീവ് റോളിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇനിയും പുള്ളിക്ക് നെഗറ്റീവ് റോൾസ് കിട്ടും, പുള്ളി അത് തകർത്ത് അഭിനയിക്കും. കാര്യം അത്രയ്ക്ക് അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ മെയിൻ വില്ലനെ പറ്റി പറയാനാണെങ്കിൽ
ശരിക്കും ഞാൻ ആ പുള്ളിന് മുമ്പ് കണ്ടിട്ടില്ല. ഈ സിനിമയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നാണ് അറിയുന്നത് ആഡ് മേക്കർ ആണെന്നൊക്കെ അറിയുന്നത്. പക്ഷെ ഒന്നും പറയാനില്ല, അത്ര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും ഈ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന അതാണ് വില്ലന് വേണ്ടത്. അങ്ങനെ ആയിരിക്കണം വില്ലൻ. ശരിക്കും ആ ഒരു കോൺസെപ്റ്റിനോട് ഈ പുള്ളി 100% നീതി പുലർത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ മോഹൻലാലിനെക്കാട്ടിലും നമുക്ക് നന്നായിട്ട് ചെയ്തുവെന്ന് തോന്നിയ ഒരു വേഷമായിരിക്കും വില്ലന്റെ വേഷം എന്ന് പറയുന്നത്. ശരിക്കും അടിപൊളിയായിട്ടാണ് ആ വില്ലന്റെ വേഷത്തിനോട് നീതി പുലർത്തിയ ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്ലാസിക് വില്ലനായിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഓർത്തിരിക്കാൻ പുള്ളിയാണ്. മോഹൻലാലിനെ കാട്ടിലും ചിലപ്പോൾ കയ്യടി നേടാൻ പോകുന്നത് ഈ പുള്ളിക്കാരനായിരിക്കും. അപ്പം മൂവി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിമ്പിൾ മൂവിയാണ്, ഒരു നോർമൽ മൂവിയാണ്. ശരിക്കും അതിനെ എന്തോ ഒരു സ്പെഷ്യൽ ആക്കുന്നത് ഈ പറയുന്ന പോലെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരും പിന്നെ ഈ പറയുന്ന പോലെ ഡയറക്ഷൻ എടുത്ത് പറഞ്ഞ അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ മ്യൂസിക് ആണേലും എഡിറ്റിംഗ് ആണേലും ക്യാമറ ആണേലും അതൊക്കെയാണ് അതിനെ സ്പെഷ്യൽ ആക്കിയിരിക്കുന്നത്. അതിൽ എടുത്ത് പറയേണ്ടത് ഈ പറയുന്ന പോലെ അഭിനയമാണ്. ശരിക്കും എല്ലാവരുടെ അഭിനയമാണ് പീക്ക് ലെവൽ അഭിനയമാണ്. അതാണ് സിനിമയെ സ്പെഷ്യൽ ആക്കുന്നത്, നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കുന്നത്. അപ്പം ഈ പടം എല്ലാവരും തിയേറ്ററിൽ പോയി ഒരു മസ്റ്റ് വാച്ച് മൂവിയാണെന്ന് പറയാം. റിപ്പീറ്റ് വാല്യൂ ഉള്ള മൂവിയാണ്. തിയേറ്ററിൽ പോയി കാണുക. എന്നാലേ നമുക്ക് ആ മൂവിയുടെ പൾസ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയ തിയേറ്ററിൽ അവരെയൊക്കെ കണ്ടിരുന്നു. അറിയോ ഇതിലെന്റെ അമ്മൂമ്മ വയറിലായിട്ടുണ്ട്. ഒരു വീഡിയോ എടുത്ത് വയറിലായിട്ടുണ്ട്. കാണാൻ വന്നെയാണോ ഈ പ്രായത്തിലല്ലേ? പ്രായം അത് തന്നെ. അത്ര ഇഷ്ടമാണോ? സോ ഈ മൂവി ഭയങ്കര സിമ്പിൾ മൂവി, മസ്റ്റ് വാച്ച് മൂവിയാണ്. എല്ലാരും കാണുക, പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലുള്ള റിവ്യൂസ് തുടരട്ടെ. അപ്പം ബൈ.